നമ്മളെല്ലാവരും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ എനിക്ക് ഇന്ന് പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നത്. ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഒരു മദർ ബോർഡ് വാങ്ങി. ദിസ് ഈസ് ജിഗാബൈറ്റ് GAZ170D3H എന്നുള്ളൊരു മദർ ബോർഡാണ്. എനിക്കൊന്ന് ഇതിൻ്റെ വില 10,000 അടുപ്പിച്ച് വിലയുണ്ട്. നമ്മുടെ 6th 7th ജെന്നിന് ഇൻറ്റൽ പ്രോസസ്സർ കൊടുക്കാൻ പറ്റുന്നൊരു മദർ ബോർഡാണ്. അപ്പോൾ ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ ഈ ഒരു റേറ്റ് ഉണ്ട്. നമുക്ക് ഫേസ്ബുക്കിൽ 2,500 രൂപയാണ് കിട്ടുന്നത്. അപ്പം ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. മദർ ബോർഡ് നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പേഴ്സണലി എനിക്ക് പോയി ചെക്ക് ചെയ്തെടുക്കാൻ പറ്റിയില്ല, കാരണം ദൂരെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സാധനം കൊറിയറിൽ അയച്ചു തരാമെന്ന് വേറെ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു. വേറെ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു ഒരു കംപ്ലൈൻറ്റും ഇല്ല എന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് സാധനം നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് അയച്ചു തന്നു. പക്ഷെ സംഭവം ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ അമളി എനിക്ക് പറ്റിയത്, ഞാൻ അറിഞ്ഞത്. ഇതിൽ പുറമേ നോക്കുമ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, പക്ഷേ ഇതിൻ്റെ പ്രൊസസ്സർ സ്ലോട്ട് കംപ്ലൈൻ്റ് ആണ്. പ്രൊസസ്സർ സ്ലോട്ടിലെ പിന്നുകളെല്ലാം ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വന്ന പാടെ ഞാനത് ഊരിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്താണ് അത് കണ്ടത്. അപ്പോൾ കഴിവതും ഈ ഓൺലൈൻ വാങ്ങുന്ന സാധനങ്ങൾ നിങ്ങൾ മാക്സിമം ഒന്നീ പോയി ചെക്ക് ചെയ്ത് വെല്ലായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം വാങ്ങുക. ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാതിരിക്കുക. കൂടുതലും പുതിയ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ഇതേപോലെ അബദ്ധങ്ങൾ ആർക്കും പറ്റാതിരിക്കട്ടെ. ഇത് നമുക്കിപ്പോൾ ഞാൻ പിന്നെ പുള്ളിയുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാനൊന്നും പോയില്ല, റിട്ടേണിൻ്റെ കാര്യമൊന്നും ചോദിക്കാൻ പോയില്ല. എന്തിനു ചുമ്മാ സംസാരം ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. എനിക്ക് 2,500 രൂപയ്ക്കാണ് ഈ ഒരു ബോർഡ് കിട്ടിയത്. ഞാൻ പിന്നെ മാക്സിമം ചെക്ക് ചെയ്തു, റെഡിയാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാനത് നമുക്ക് പരിചയമുള്ള കടയിൽ കൊണ്ടുപോയി ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളും ഈ അബദ്ധം പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.